അപ്പൊ BJP ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ ഈ സംഘടവർഗത്തെ ഞങ്ങൾ മെല്ലെ അങ്ങനെ വിട്ടു. ഇപ്പൊ തന്നെ ആകെ മാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. അപ്പൊ അവന് മനസ്സിലായി കൃത്യമായ തൊഴുത്തെവിടെയാണെന്ന് മനസ്സിലായപ്പോ ആ തൊഴുത്തിലേക്ക് ഓടിക്കേറി. ഇപ്പൊ ആ തൊഴുത്തിലേക്ക് അയാൾക്ക് ആ തൊഴുത്താണ് ബെസ്റ്റ്. എങ്ങനെയുണ്ട് ഒരു ജന്മം? രാത്രി 11 മണിക്കും 12 മണിക്കും ആ വീട്ടിൽ കയറി ഇറങ്ങി അവസാനം ആ വീട്ടില് നിങ്ങൾക്കറിയോ ആ വീട് ഇന്ന് ഇല്ലാതായി. ഡൈവോഴ്സായി. ആ വീട്ടിലെ ഡൈവോഴ്സായി. ആ കുഞ്ഞുങ്ങൾ അനാഥമായി. ബസ്സിൽ ഉടക്കാതെ കൊണ്ടു. അതെ, എന്നെ എവിടേക്ക് കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്. പിന്നെ നീര് പോണ്ടേ? ഷാഫി പറമ്പിലിനോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടോ ഷാഫി പറമ്പില്, നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിക്കുക. നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിച്ചിട്ട് BJP പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, കോൺഗ്രസിന് ധൈര്യം ഉണ്ടെങ്കിൽ, ഷാഫി പറമ്പിലിന് ധൈര്യം ഉണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. ധൈര്യമുണ്ടോ? അതാണ് ഷാഫി പറമ്പിൽ ചെയ്യേണ്ടത്. പാലക്കാട്ടെ മാനസപുത്രൻ എന്നല്ലേ പറയുന്നേ. പാലക്കാട്ടെ മാനസപുത്രനോട് ഞങ്ങൾ പറയാ, ഷാഫി പറമ്പലിന് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ, എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കാൻ പറ്റും നോക്ക്. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. അതോ BJP ഈ വക വേഷം കെട്ട് കാണിക്കുന്നവരൊന്നുമില്ല. ഞാനിത് ക്യാപ്റ്റനോട് അങ്ങോട്ട് പറയാൻ നിന്നാ. അതോ പൂങ്കോഴിയാണോ പറക്കോഴിയാണോ അതോ ഇത് രണ്ടും അല്ലാത്ത സങ്കരക്കോഴിയാണെന്നും കൂടി എനിക്ക് സംശയമുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇത് നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. ഈ സങ്കരവർഗം നമ്മുടെ കൂടെ ആയിരുന്നു. ഒന്നുകിൽ ആണാവണോ അല്ല സ്ത്രീയാവണോ. ഈ സങ്കരവർഗ കോഴികളുണ്ടോ ഇത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടോ? ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഉണ്ടെങ്കിൽ പറ. ഒരു ക്രിമിനൽ കേസ്, കൊള്ളരുതായ്മ ചെയ്തിട്ട് ഒരു ക്രിമിനൽ കേസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ചെയ്യട്ടോ? ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? നമുക്ക് 2 കഷ്ണം പോർക്കർച്ചൊക്കെ വാരി തിന്ന് 2 സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് പോയാ മതി. മനസ്സിലായ?